ഈ ആഴ്ച നിങ്ങൾ ദൈവത്തിലൂടെ പ്രാപിച്ചെടുക്കുവാൻ പോകുന്ന ദൈവിക വിടുതലുകളുടെ 3 പ്രത്യേകതകൾ. അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ദൈവദാസനെ, വിടുതൽ ഞങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അറിയേണ്ടതുണ്ടോ? ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉത്തരമുണ്ട്, ഉണ്ട് എന്ന് തന്നെയാണ് ആ ഉത്തരം. കാരണം നിങ്ങൾ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്നും ഇല്ലാത്തവരല്ല. പുറമേയുള്ള മറ്റു മനുഷ്യരെക്കാൾ പലതും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട്, ഒത്തിരി ആഗ്രഹിച്ച്, ഒത്തിരി കൊതിച്ച് പ്രാപിച്ചെടുത്ത പലതും പല വഴികളിലൂടെ ആയിരിക്കാം അവ നിങ്ങളെ തേടിയെത്തിയത്. പല നിലകളിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം അത് നിങ്ങൾ കരഗതമാക്കിയത്. ശരി തന്നെ. എന്നാൽ ആ ഉള്ളതിനൊത്തവണ്ണമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഇപ്പോഴും സാധ്യമായിട്ടുണ്ടോ? എൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയാം, ഇല്ല. ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഈ സമയം എനിക്കൊപ്പം ഒരു ആവശ്യക്കാരനായി ഇരിക്കത്തില്ല. ഇപ്പോഴും ആവശ്യങ്ങൾ നിരവധിയാണ്. ജോലിയുണ്ടോ? ഉണ്ട്. വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുവാൻ കഴിയുന്ന ജോലിയും വരുമാനവും തന്നെയാണ്. പക്ഷേ അതിനൊത്തവണ്ണം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എവിടെ നിന്ന് ഇത്രയും കടം കൂടി സ്തോത്രം, ആമേൻ. അല്ലേ? വിദ്യാഭ്യാസമുണ്ടോ? ഉണ്ട്. മക്കൾ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. നല്ല ക്വാളിഫിക്കേഷൻസ് അവർക്കുണ്ട്, ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ അവർക്കുണ്ട്. എന്നാൽ അതിനൊത്തവണ്ണം ഒരു ജോലി, അവർ അർഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു തൊഴിൽ, അവർക്കൊപ്പം പഠിത്തമുള്ള, അല്ലെങ്കിൽ അവരെക്കാൾ പഠിത്തത്തിൽ പിൻപിലെന്ന് കണ്ട പലരും, നിങ്ങൾ കണ്ട പലരും ഇന്ന് അവരെക്കാൾ സമ്പാദിക്കുന്നതിൽ, നന്നായി ജീവിക്കുന്നതിൽ മുൻപന്മാരായിരിക്കുന്നു. ഇപ്പോഴും നമ്മളോ? അല്ലേ? ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ പട്ടികയിൽ എഴുതി ചേർക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രാപിച്ചെടുത്തത്. പക്ഷേ അതൊന്നും ഫലത്തിൽ അനുഗ്രഹീതമായൊരു ജീവിതത്തിന് ഉതകുന്നില്ല. അങ്ങനെയെങ്കിൽ നിന്നോട് തന്നെ ആവർത്തിച്ച് പ്രവചന ദൂതായി വിളിച്ചു പറയട്ടെ, ഈ ആഴ്ച അവശ്യഭാരത്തോടെ ആയിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന പ്രവർത്തികളുടെ 3 പ്രത്യേകതകൾ, ഇന്നലകൾ ആവർത്തിക്കാതിരിക്കുമാറാകുന്ന 3 പ്രത്യേകതകൾ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി, ദൈവത്താൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിച്ചെടുക്കുവാൻ കാരണമായി എന്ന് അറിയുന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. അളവ് കുറയാതെ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. കോണ്ടാക്ട് ചെയ്യുന്ന പലരും സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, ദൈവദാസനെ, ഞങ്ങൾ കരുതിയതാണ്, ഇനി ഒന്നും നടക്കത്തില്ല. കാരണം ഞങ്ങൾക്കറിയാം ഈ അവസ്ഥയിൽ അധികം മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ഇങ്ങനെ തുടർന്നാൽ മരണമല്ലാതെ മറ്റൊന്നും മുൻപിലില്ല, പറ്റത്തില്ല. ഇനി നിങ്ങൾ പ്രസംഗിച്ച് ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടതുപോലെ ഒന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ സാക്ഷാൽ ദൈവം ഇറങ്ങി വരണം എന്ന് ഞങ്ങൾ ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് ഇന്ന് ഒത്തിരി പേർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആ പ്രവൃത്തി അനുഭവിച്ചു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. അസാധ്യമെന്ന് ഞങ്ങൾ കരുതിയത് ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർത്തു. ആശുപത്രിയിൽ അവസാനിച്ചു പോകാതെ, കുടുംബ കോടതിയുടെ വരാന്തയിൽ തലതല്ലി മരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ച അവസ്ഥയിൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒറ്റയ്ക്കായി തീരുമെന്ന് ചിന്തിച്ച് കരഞ്ഞ അനുഭവത്തിൽ ഒറ്റപ്പെട്ടു പോകാതെ പരാജിതനായി തലകുനിച്ചായി പോകും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് പരാജയം കടന്നു വരുവാൻ അനുവദിക്കാതെ ശൂന്യതയിൽ അവസാനിച്ചു പോകാതെ ദൈവം
അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. അതേ, ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളും ഈ വിധത്തിൽ സന്തോഷത്തോടെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു ദേവദാസനെ എന്ന് പറയുവാൻ പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചനയാണ് പ്രവചനദൂതായി അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറിയത്. അതേക്കുറിച്ച് നമ്മൾ അല്പമായി ധ്യാനിക്കും. തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. വളരെ വലിയ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ. ആ ദൈവിക ആലോചനയുടെ തെളിവിലേക്ക്, അതെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കൊരിന്ത് സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല. നോക്കൂ, ആർക്കു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതിന്റെ പ്രത്യേകതയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ദൈവിക വിടുതലുകളെ കുറിച്ച് കേൾക്കുമ്പോൾ പലരും അവിശ്വാസികളായി മാറാറുണ്ട്. ഏത്? അതെ, നാക്കുവിടെയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ദൈവിക വിടുതലുകൾ, വലിയ ദൈവിക അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് കേൾക്കുമ്പോൾ പലരും അയ്യോ ഇതൊന്നും സംഭവിക്കത്തില്ല, ഇതൊക്കെ ചുമ്മാ, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കാനോ പോകുന്നത് എന്ന് പറഞ്ഞ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം, അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കാരണം ആരുടെ ജീവിതത്തിലെ പ്രവൃത്തിയുടെ പ്രത്യേകതകളാണ് പറയുവാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അത് തന്നെ നിങ്ങൾക്ക് തന്നെ എന്ന് ആരാ പറഞ്ഞതെന്നോ? അതേന്നെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവന്റെ ശബ്ദം കേട്ടുകൊണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ലോകം സർട്ടിഫൈ ചെയ്തില്ല എങ്കിലും നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കുവാൻ പാടായിരുന്നാലും വിളിച്ചു പറയട്ടെ, നിങ്ങൾ ലോകത്തെക്കാൾ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതെ ഇന്നലകളിൽ ഇല്ലാത്തത് ഇന്ന് സംഭവിക്കുവാൻ പോകുന്നു. മാനുഷികമായല്ല, ദൈവത്താൽ ഇന്ന് ചിലത് സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നു. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതെ, ആ കണ്ണുനീരും നിരാശയും വേദനയും മാത്രം ബാക്കിയായ അവസ്ഥകളെ മാറ്റുന്നത് ഇന്ന് എൻ്റെ ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നോക്കൂ, എന്താണ് ആ 3 പ്രത്യേകതകൾ? ഒന്നാമതായി, അത് കണ്ണ് കണ്ടിട്ടില്ലാത്തത്. നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, അർത്ഥം നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് തന്ന് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റും. അവൻ, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ആഗ്രഹത്തോടെ, ആവശ്യഭാരത്തോടെ ആയിരിക്കുന്നുണ്ട്. ആഗ്രഹം എന്താണ്? അവരുടെ ജീവിതം പോലെ, ഇവരുടെ ജീവിതം പോലെ, പ്രാർത്ഥിക്കുന്ന അവന്റെ ജീവിതം പോലെ, ഇവന്റെ ജീവിതം പോലെ. അതെ, അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു വിടുതൽ, അതെ, അങ്ങനെ ഒരു ജോലി, അങ്ങനെ ആരോഗ്യം, അങ്ങനെ തലമുറകളുടെ അനുഗ്രഹം, അങ്ങനെ ഒരു ഭാവി, അങ്ങനെ ഒരു വിവാഹം, അങ്ങനെ ഒരു ജോലി, അങ്ങനെ ഒരു രാജ്യത്ത്, അതെ, അങ്ങനെ ഇങ്ങനെ, അത് തന്നെ. എന്നാൽ ഇന്ന് എൻ്റെ കർത്താവിന് പറയുവാനുള്ളത്, അങ്ങനെ നീ കണ്ടിട്ടില്ലാത്ത ഒന്ന് തന്ന് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുക. അതെ, പരാതിയും പരിഭവവും പറഞ്ഞു നടന്ന നാളുകൾക്ക് എൻ്റെ ദൈവം ഇന്ന് അറുതി വരുത്തുവാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഒത്തിരി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് നിനക്ക് പറയുവാൻ കഴിയും. ഒത്തിരി, അതെ, ഒരുപാട് പേരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ട നിന്റെ കണ്ണ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് എൻ്റെ ദൈവം നിന്റെ തലമുറയിൽ തന്ന് നിന്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തൊഴിൽ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നീ ഇതുവരെ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ, ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, അതെ,
കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഭാവി എൻ്റെ ദൈവം തന്ന്, മനോഹരമായ കുടുംബജീവിതം എൻ്റെ ദൈവം തന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. ആ ദേശത്തിൽ നീ കണ്ടിട്ടില്ല. ആമേൻ, സ്തോത്രം. അത് തന്നെ നിന്റെ ബിസിനസ് നാളെ ആകുവാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവൻ നീ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ വളരുവാൻ കഴിയുമോ? ഇങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനത്തിന്, നിന്റെ സ്ഥാപനത്തെ കുറിച്ച് തന്നെ, ഇങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനം എങ്ങനെ ഇങ്ങനെ വളർന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കും വിധത്തിൽ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ എൻ്റെ ദൈവം ഒരു വളർച്ചയെ ഒരുക്കിയ വിശ്വസിക്കുന്ന നിനക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അതെ, നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, നിന്റെ കണ്ണ് മാത്രമല്ല, നിന്റെ ശത്രുവിന്റെ കണ്ണും കണ്ടിട്ടില്ലാത്തത്. നോക്കൂ, അവർ അതുവരെ കണ്ടിട്ടില്ല. ആരാന്നോ? അതെ, ദൈവത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ. ബൈബിൾ പറയുന്നു പുറപ്പാട് പുസ്തകത്തിൽ അവർ അന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, അവർ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് അവർ കണ്ടു. എന്താ? സ്വർഗീയമായ ഭക്ഷണം, ദൂതന്മാരുടെ ഭക്ഷണം, അതുതന്നെ ശക്തന്മാരുടെ ഭക്ഷണം. അന്ന് വരെ അവർ കണ്ടിട്ടില്ല. അതെ, അന്ന് വരെ അവർ അനുഭവിക്കാത്തത് നൽകി മരുഭൂമിയിൽ തളർന്നു പോകാതെ ദൈവം അവരെ നിലനിർത്തി. കേൾക്ക്, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് നൽകി ഇന്ന് നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ തകർന്നു പോകാതെ എൻ്റെ ദൈവം നിന്നെ നിശ്ചയമായും നിലനിർത്തും. ആമേൻ. അവരുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത സ്വർഗീയ മന്ന കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തിയ ദൈവം. ആമേൻ. അന്ന് വരെ ഭക്തൻ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവനാണ്, അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. പക്ഷേ അതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പവുമായി കാക്ക വരുന്നത് കണ്ടിട്ടില്ല. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം വായിച്ചു നോക്കൂ. അതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ബൈബിൾ രേഖപ്പെടുത്തുമല്ലോ. കണ്ടിട്ടില്ല. പക്ഷേ കണ്ടിട്ടില്ലാത്തത് തൻ്റെ കണ്ണ് കാണുകയാ, കാക്ക വരിക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നീ കണ്ടിട്ടില്ലാത്തത് നിന്റെ കണ്ണ് ഇന്ന് പുതുതായി കാണുവാൻ പോകുക. റെഡിയാണോ? ഓ താങ്ക് യു ലോർഡ്. കണ്ണ് തുറക്ക്, അത്ഭുതം നീ കാണുവാൻ പോകുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തത്, യെസ്, യേശുവിൻ നാമത്തിൽ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വരിക. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത്, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത്. ആമേൻ. നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് മാത്രമല്ല, നിങ്ങളുടെ ശത്രു കണ്ടിട്ടില്ലാത്തത്. ആമേൻ. ശത്രുതയ്ക്ക് കാരണം എന്താ? പാകിസ്ഥാനിലെയോ ചൈനയിലെയോ ശത്രുവിനെ കുറിച്ചല്ല പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പേര് പറഞ്ഞാൽ, സ്തോത്രം, കുടുംബം പറഞ്ഞാൽ, ബന്ധം പറഞ്ഞാൽ, ഏറ്റവും അടുത്ത ആൾക്കാർ, അത് തന്നെ ശത്രുതയ്ക്ക് കാരണം എന്താ? ശത്രുത എന്ന് പറയുമ്പോൾ വാളും പരിചയമായിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന അതല്ല കേട്ടോ. എൻ്റെ മകൻ പഠിച്ചാൽ മതി, എൻ്റെ മകൾ പഠിച്ചാൽ മതി, ഇപ്പൊ അവളുടെ മകൻ, അവൻ്റെ മകൻ, ഇത്രയേ ഉള്ളൂ. എൻ്റെ വീട് ഇങ്ങനെ, അതിങ്ങനെ മതി, ഇനി അവളുടെ വീട് അങ്ങനെ ആകണ്ട, അല്ലേ? എൻ്റെ ഭർത്താവ് അവിടെ ജോലിക്ക്, അവിടെ എൻ്റെ ഭർത്താവ് മതി, ഇനിയിപ്പോൾ ഇവളുടെ ഭർത്താവ്. അതാണോ പ്രശ്നം? ആണ്. അവർക്ക് പലതും ഉണ്ട്, അവർ കണ്ട് അത് ഇങ്ങനെ സന്തോഷിച്ച് അനുഭവിക്കുന്നതാണ്. അതുപോലെ ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇതാണ് വെല്ലുവിളി. ശത്രുതയ്ക്ക് കാരണവും ഇത് തന്നെ. പക്ഷേ എൻ്റെ കർത്താവ് പറയുക, അവർ കണ്ടിട്ടില്ല. ഓ സ്തോത്രം, അവർ കണ്ടിട്ടില്ലാത്തത് എൻ്റെ ദൈവം നിനക്ക് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. അതുകൊണ്ടാണ് ഈ ഒരു സങ്കടം. അങ്ങോട്ട് നോക്കും, അവർക്ക് വലിയ വീടുണ്ട്, എനിക്ക് ചെറിയ വീട്, അതൊന്നും വലുതാകുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്കും, അവൾക്ക്, അവളുടെ ഭർത്താവിന്, അവൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്, അത്രയും വരുമാനമുണ്ട്, പക്ഷെ എനിക്കും ഈ ചെറിയ ജോലി, ഞാനിവിടെ ഇങ്ങനെ. അവളുടെ മക്കൾ, അവൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നു, പക്ഷെ എൻ്റെ മക്കൾ അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുക. അതുപോലെ ആകണം. അവിടെയും പ്രശ്നം അത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഇപ്പോൾ ആകുന്നതൊന്ന് കാണണം. ഓ താങ്ക്യൂ പ്രിയരെ, ഇത് നിസ്സാരമായി നിങ്ങൾ തള്ളിക്കളയരുത്. അസൂയ മുഴുത്ത മനുഷ്യന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആമേൻ. ഒരു മനുഷ്യന് നിങ്ങളോട് അസൂയ തോന്നിയത് കൊണ്ടോ നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും, നിശ്ചയം. അതുകൊണ്ടാണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമായി മാറിയത്. ആഗ്രഹം ആഹാബ് എന്ന
രാജാവിൻ്റെ ആഗ്രഹം. രാജാവ് പോലും നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടവനാണ്. അതുകൊണ്ട് നാബോത്തിനോട് ചോദിച്ചു, നാബോത്തേ തരുമോ? നാബോത്ത് പറഞ്ഞു, ഇല്ല, തരില്ല, ചീരത്തോട്ടം. ആഹാബ് കട്ടിലിൽ കിടന്ന് എന്ന് കരഞ്ഞ് കരഞ്ഞ് സമയം ചിലവഴിക്കുന്നു. അപ്പൊ തോണ്ടിയേ ഇസബേൽ എന്ന രാജ്ഞി, അവളുടെ തൊഴിലെന്താ? മന്ത്രവാദിനിയാണ്. 450, 400, 850 പ്രവാചകന്മാരും അശൂര പ്രതിഷ്ഠകളിൽ പൂജകൾ ചെയ്യുന്ന പുരോഹിതന്മാരുടെയും സംഘ തലവി. അത് തന്നെ, ചില തലവിമാരെ കർത്താവ് തൊടുവാൻ പോകുകയോ ടാങ്കിലോട് യേശുവിൻ നാമത്തിൽ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ക്ഷുദ്ര പ്രയോഗങ്ങളും ചെയ്ത് സ്തോത്രം നിങ്ങളുടെ സന്തോഷങ്ങളെ കവർന്നെടുക്കുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കവർന്നെടുക്കുവാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില തലവിമാരെ കർത്താവ് തൊടുക. ആമേൻ. അപ്പൊ നോക്കിയേ, അവൾ ആഹാബിനെ എരികേറ്റി വിടുക. ആഹാബ്, നീ പേടിക്കുന്നത് എന്തിനാടാ? ഞാനില്ലേ, ഞാനിത് നിനക്ക് തരും. അത് തന്നെയാണ് പിശാചിന്റെ പ്രവൃത്തിയും. ചിലർക്ക് അസൂയ തോന്നും. അസൂയയെ മുതലെടുത്ത് പിശാച് പ്രവർത്തിക്കുവാനായി തുടങ്ങും. അതേ അസൂയ തോന്നിയ വിരോധമായി നിൽക്കുന്ന അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഉള്ളത് കൊണ്ടല്ല, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന് ശക്തിയുണ്ട്. തിരിച്ചറിയ്. ആമേൻ. അപ്പോ അവർ കണ്ടിട്ടില്ലാത്തത്, അങ്ങനെ അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം നിന്നെ തകർക്കുവാൻ ഇടവരാത്ത വിധത്തിൽ അവർ കണ്ടിട്ടില്ലാത്തത്. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, അവർ കണ്ടിട്ടില്ലാത്തത്, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് കാണുവാൻ കഴിയാത്തത് തന്ന് എൻ്റെ ദൈവം നിന്നെ മാനിക്കും. സ്തോത്രം. അങ്ങനെ കണ്ടിരുന്നെങ്കിലോ? എലിയാവ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തിനാ? കക്ക ആഹാരം കൊണ്ടുവരുന്നത്. ഇത് ആഹാബ് കണ്ടിരുന്നെങ്കിലോ? ആഹാബ് വിടുവോ? ആഹാബ് ആ ദേശത്തിലെ കാക്കകളെ എല്ലാം തല്ലിക്കൊല്ലാണ് ഓർഡർ ഇട്ടേനെ. രാജാവല്ലേ? പറയുമ്പോൾ നമ്മൾ ചിരിക്കും, അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരു രാജാവ് വിചാരിച്ചാൽ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കുവാൻ രാജാവ് അന്ന് വരെ കണ്ടിട്ടില്ല കാക്ക ആഹാരം കൊടുക്കുന്നത്. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നിന്റെ ശത്രു കണ്ടിട്ടില്ലാത്തത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുക. നിന്റെ ശത്രുവിന് ഒരു നാളും കാണുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അത് കാണത്തില്ല, അല്ലെങ്കിൽ കാണരുതെന്ന് ദൈവത്തിന് നിർബന്ധമാണ്. ഇന്നലകളിൽ ശത്രു നിങ്ങൾ പ്രാപിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് പലതും കണ്ടതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ പ്രയോജനപ്പെടാതെ പോകുന്നത്. ശത്രു കണ്ടതുകൊണ്ട് കിട്ടി, എവിടെ ചോർന്നു പോവുകയാ. ഇപ്പോഴും കടക്കാരനായി തുടരുകയാ. നല്ല എന്തെങ്കിലും പറയാനുണ്ടോ? ആ വീട്ടിലേക്ക് നോക്കിയേ, നല്ലത് എന്തെങ്കിലും ഉണ്ടോ? കടമല്ലാതെ, ബാധ്യതയെക്കുറിച്ചല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ? സങ്കടമല്ലാതെ മക്കൾക്ക് പറയാനുണ്ടോ? എന്ത് കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടതാ. അവിടെ പോയിട്ട് ഇന്നത് പ്രാപിച്ചു, അല്ലെങ്കിൽ ഇന്നത് ഞാനിതാ വാങ്ങാൻ പോകുന്നു. ആ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ട് എത്ര നാളായി? ദൂതാ നിന്നോടാ ആ വസ്തു രജിസ്ട്രേഷൻ നടക്കാൻ പോവുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വച്ചിട്ട ഭവനം അത് ബാങ്കുകാർ ജപ്തി ചെയ്ത് ആരുടെയോ കയ്യിലായിത്തീരുമെന്ന് സങ്കടപ്പെട്ടിരിക്കുക. അത് നടക്കത്തില്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജപ്തിയായി പോകുവാൻ സഹോദരി സഹോദര എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. കാരണം അവൻ സ്തോത്രം. നോക്ക്, വചനം പറയുന്നു അത് ശത്രു കാണത്തില്ല. ആമേൻ. അത് ശത്രു കാണത്തില്ല. അത് മാത്രമല്ല, അവന് എക്സ്പെക്ട് ചെയ്യുവാൻ കഴിയത്തില്ല, അവന് പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല. നിന്റെ ശത്രുവിന് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും. സ്തോത്രം. ഒരാൾ പോയിട്ട് ആഹാബിനോട് പറയുകയാണ് ഏലിയാവിനെ കുറിച്ച്. അതെ രാജാവേ, ഏലിയാവുണ്ടല്ലോ ആ വിധവയുടെ ഭവനത്തിനകത്തെ ഫുഡടിച്ച് സന്തോഷമായിട്ടിരിക്കുക, തീറ്റിയോട് തീറ്റി. അവിടെ ഒരു കലമുണ്ടെന്നാ കേട്ടെ. ആ കലം മാവ് തീരാത്ത കലമാണ് പോലും. അവിടെ ഒരു ഭരണി ഉണ്ടെന്നാ കേട്ടെ. ആ ഭരണി എണ്ണ തീരാത്ത ഭരണിയാണെന്ന് പോലും. ശരി തന്നെ, പോയി പറഞ്ഞാൽ മതി. രാജാവ് ഓട്ടിച്ചിട്ടടിക്കും. കാരണം രാജാവ് കണ്ടിട്ടില്ല. ആമേൻ. നീ അനുഭവിക്കുവാൻ പോകുന്നത് ദേശത്തിലെ അധിപതികൾ കണ്ടിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നത് ദേശത്തിലെ അധിപതികൾ കണ്ടിട്ടില്ല. ആർക്കും എതിർത്ത് നിൽക്കുവാനോ നിന്നെ തേടി വരുവാനോ കഴിയാത്ത വിധത്തിൽ സുരക്ഷിതമായി സന്തോഷമായി നീ ദൈവിക വിടുതലുകൾ മതി വരുവോളം അനുഭവിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നോക്കൂ. ആ ദൈവിക കരുതൽ 17-ാം അധ്യായത്തിൽ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. തോടുപറ്റി കാക്കയുടെ വരവ് നിലച്ചു. എന്തിനാണ്? ആമേൻ.
സാഹചര്യം മാറി. 6 മാസം കൊണ്ട് ശമര്യയുടെ അന്തരീക്ഷം മാറി. രാജാവിന് ആഹാബിനെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് കൊല്ലുവാൻ വേണ്ടി. തോട്ടിന്റെ കര സേഫ് അല്ല എന്ന് ദൈവം അറിഞ്ഞു. അതുകൊണ്ട് വിധവയുടെ ഭവനത്തിന്റെ അകത്തെ അന്തരീക്ഷം ദൈവം ഏലിയാവിന് വേണ്ടി ഒരുക്കി. തോട്ടിന്റെ കരയിലൊക്കെ രാജാവ് ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യും, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും വെള്ളവും കുടിച്ച് മണ്ണിൻ്റെ ഇടയിലുള്ള വല്ലതും തോണ്ടിയെടുത്ത് തിന്നവൻ കിടക്കുന്നുണ്ടെങ്കിലോ. ചിലരങ്ങനെ നടക്കുക, നിന്നെ അങ്ങനെ ഒന്നും ജീവിക്കാൻ വിടത്തില്ല എന്ന്. സഹോദരി, അത് തന്നെ നീ പറയുക, കരയുക, ഇവിടെ എവിടെയെങ്കിലും കിടന്നു എൻ്റെ വീട്ടുകാരുടെ കണ്ണടയുന്നവരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് അവരൊന്ന് വിശ്വസിച്ചോട്ടെ. ഞാനിവിടെ നരകിക്കുക, ഞാനിവിടെ കരയുക, അവരൊന്ന് വിശ്വസിച്ചോട്ടെ. അതാ നിന്റെ കരച്ചിൽ. പക്ഷെ അങ്ങനെ പോലും കിടക്കാൻ സമ്മതിക്കത്തില്ല. ഒരു പട്ടിയെ പോലെ പോലും നിന്നെ കിടക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചില ദുഷ്ട പരീക്ഷകളെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ദൈവം എടുത്ത് മാറ്റുവാൻ പോവുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്നോട് തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്ക് കുഞ്ഞെ. അത് തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ കടന്നുപോയി. നിന്റെ മാതാപിതാക്കൾ ഒത്തിരി കടം വാങ്ങി അവരുടെ ജീവിതം മാറുമെന്ന് ആഗ്രഹിച്ചു. അവിടെ പട്ടിയെ പോലെ ആഹാരമില്ല, നല്ല തൊഴിലില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി. പേരാണെങ്കിൽ ആ രാജ്യത്ത് അങ്ങനെ ഇരിക്കുന്നു. അയ്യോ പറയണ്ട. അതെ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവിടെ പോലും നിർത്തത്തില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ചില വ്യക്തികൾ, ചില നിയമങ്ങൾ വിശ്വസിക്കുക. കർത്താവ് നിയമങ്ങളെ മാറ്റുവാൻ പോകുക. പ്രിയമാതാവ്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ ദൈവം ചില നിയമങ്ങളെ മാറ്റുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കിയേ, ചിലപ്പോൾ തോട്ടിന്റെ കരയിൽ കണ്ടേക്കാം. രാജാവ് പ്രതീക്ഷിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ് വിധവയുടെ ഭവനം. ആമേൻ. അവിടെയൊക്കെ വിധവയ്ക്ക് തന്നെ ഒന്നും കാണത്തില്ല. അപ്പോഴാണ് പ്രവാചകന് കൊടുക്കാൻ പോകുന്നത്. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, നിന്റെ ശത്രു പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടത് കരുതും. രണ്ടാമതായി, ഒന്നാമത്തെ പ്രത്യേകത, കണ്ണ് കണ്ടിട്ടില്ലാത്തത്. നിങ്ങളുടെയും നിങ്ങളുടെ ശത്രുവിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്. രണ്ടാമതായി, ചെവി കേട്ടിട്ടില്ലാത്തത്. അതും നീ കേട്ടിട്ടില്ലാത്തത്. നിന്റെ ശത്രുവിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാചും കേട്ടിട്ടില്ലാത്ത വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ചെങ്കടലിന് മുൻപിലായിരിക്കുന്ന അനുഭവം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇവരെ വിട്ടയച്ച ഫറവോൻ തന്നെ മനസ്സ് മാറി ഇവരെ പിന്തുടർന്നത് സൈന്യവുമായിട്ട്? ആമേൻ, സ്തോത്രം. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെങ്കടലിൽ വെച്ച് ഇവരെ പിടിക്കാം. ഇവർ വേറെ ഏതെങ്കിലും വഴിക്കായിരുന്നെങ്കിൽ മരുഭൂമിയിൽ വഴി അങ്ങ് പോയേനെ. പക്ഷേ ചെങ്കടലിന്റെ മുമ്പിലാണ്, അപ്പോൾ ഇവർക്ക് പോകാൻ പറ്റത്തില്ല, അറിയാം. അതുകൊണ്ടാണ് പിന്തുടർന്നത്. എന്നാൽ അങ്ങനെ പിന്തുടരുവാൻ പോലും ഇടവരുത്താത്ത വിധത്തിൽ ശത്രു ഒരു നാളും കേട്ടിട്ടില്ലാത്ത വഴിയെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ അവർ പിന്തുടർന്നു, ശരി തന്നെ. പക്ഷേ അവർ കേട്ടിട്ടില്ലാത്തൊരു വഴി, അവർ ഒരു നാളും അറിഞ്ഞിട്ടില്ലാത്തൊരു വഴി ദൈവം തുറന്നു. അതെ, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതം മാറുവാൻ വേണ്ടി ദൈവം വഴി ഒന്ന് തുറക്കും. ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, നീ പോലും കേട്ടിട്ടില്ലാത്ത ഒരു വഴി നിനക്ക് വേണ്ടി കർത്താവ് തുറന്നു തരിക. ആമേൻ. യെസ്. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ, കടക്കാരനായി തലകുനിക്കാതിരിക്കുവാൻ, ആത്മഹത്യയിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കുവാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നു തരിക. അവിടെ ഒരു വഴി കേട്ടിട്ടില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. മൂന്നാമതായി, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങൾക്കൊപ്പമുള്ളവർക്കും നിങ്ങൾ അറിയുന്നവർക്കും ചിന്തിക്കുവാൻ കഴിയാത്തത്. നോക്കൂ, ഒരിക്കൽ കൂടി ഏലിയാവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ ഒരിക്കലെങ്കിലും ഏലിയാവ്, കാക്ക എനിക്ക് ആഹാരം കൊണ്ടുവരുമെന്ന്? നോ. ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ കലത്തിലെ മാവ് തീരാത്തൊരു അനുഭവം? ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ എണ്ണ പറ്റാത്തൊരു അനുഭവം? നീ ചിന്തിച്ചിട്ടില്ല. നിന്റെ ശത്രുവും ചിന്തിക്കത്തില്ല. നിന്റെ ഭവനത്തിൻ്റെ അനുഭവം മാറുക, നിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറുക. താങ്ക് യു ലോർഡ്. നിന്റെ അടുക്കളയിലെ അനുഭവം മാറുക, ആ ദാരിദ്ര്യത്തിൻ്റെ, ആ ഇല്ലായ്മയുടെ അനുഭവം മാറുക. സഹോദരി, കരം വെച്ച്, സ്തോത്രം, ആ പാത്രങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുക. സമൃദ്ധി വെളിപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ പേഴ്സിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. സമൃദ്ധി വെളിപ്പെടുക. ഈ ആഴ്ച ആരും ചിന്തിച്ചിട്ടില്ലാത്ത സമൃദ്ധി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. ആ ഒഴിഞ്ഞ പേഴ്സിന്റെ
അതെ, ആ ഒഴിഞ്ഞ പേഴ്സിൻ്റെ അനുഭവത്തെ എൻ്റെ യേശു മാറ്റും. ഹൃദയത്തിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്തത് ഇന്ന് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നീയും കണ്ടിട്ടില്ല, നിന്റെ ശത്രുവും കണ്ടിട്ടില്ല, പിശാചും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, ഹൃദയത്തിൽ നിരൂപിച്ചിട്ടുമില്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് നിശ്ചയമായി നീ പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതും. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും അനുഗ്രഹീതമായ മെസ്സേജുകൾ കാണുവാനും കേൾക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ അനേകർക്ക് അനുഗ്രഹമായി മാറ്റുവാൻ നിങ്ങൾക്കും കഴിയും. ഈ മെസ്സേജ് സ്പോൺസർ ചെയ്യുവാൻ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലൈവായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തത്സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആരും കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു വിടുതൽ നിങ്ങൾ അനുഭവിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വൻ കാര്യങ്ങളെ തുടർമാനമായി പ്രവർത്തിക്കട്ടെ. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്കര, അമരവിള, താന്നിമൂട് MS പ്ലാസയുടെ താഴെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം. അപ്പോൾ ഇന്നലകളിൽ ശത്രു കണ്ടു, ഇവരുടെ കയ്യിലുള്ളതിനെ കവർന്നു, ഇവരുടെ വഴിയടച്ചു, ഇവരെ തകർത്തു. എന്നാൽ ഇന്ന് കർത്താവെ, ശത്രുവിനെ കാണുവാൻ കഴിയാത്തത്, ചിന്തിക്കുവാൻ കഴിയാത്തത് ഇവരുടെ ജീവിതത്തിൽ നൽകി ഇവരുടെ ജീവിതത്തെ അങ്ങ് ഏറ്റവും ശ്രേഷ്ഠകരമാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരിലെ രോഗികളെ നസറേനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികളായി പ്പെടുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ തലവേദനയുടെ അസ്വസ്ഥതകൾ വിട്ടുമാറാതെ, എത്ര മെഡിസിൻ എടുത്തിട്ട് മാറാത്ത ആ തലവേദന, ഇനി അത് രോഗമല്ല, ആ അശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് നീങ്ങിപ്പോവുക. പുറത്തു പോ. അവൻ തലമുറകളുടെ മേലുള്ള രോഗങ്ങൾ, ഭാരാരിഷ്ടതകൾ മാറിപ്പോകട്ടെ. പരീക്ഷാ സമയങ്ങളിൽ കടന്നു വരുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഉദര സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ പുതുവഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. സ്വദേശത്തും വിദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. വിസയ്ക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസ യേശുവിൻ നാമത്തിൽ വരട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിദേശങ്ങൾ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ജോലി നേടട്ടെ. സാമ്പത്തികമായി ഞെരുങ്ങിയായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും വർധനവുകൾ ലഭിക്കട്ടെ. പ്രൊമോഷനുകൾ ലഭിക്കട്ടെ. സാലറി വർധനവുകൾ ലഭിക്കട്ടെ. കുടിശ്ശികകൾ കരങ്ങളിൽ ലഭിക്കട്ടെ. അപ്പൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം ഇവരുടെ കരങ്ങളിൽ ധാരാളമായി നൽകി മാനിക്കണം. അവകാശങ്ങളുടെ മേൽ കടന്നു കയറുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ അവകാശവാദങ്ങളും, സ്തോത്രം, ഓഹരികൾക്ക് മേലുള്ള, കുടുംബ ഷെയറുകൾക്ക് മേലുള്ള അവകാശവാദങ്ങൾ മാറിപ്പോകട്ടെ. സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. നീതി വെളിപ്പെടട്ടെ. അനീതിയുടെ മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. സംശയരോഗങ്ങൾ മാറിപ്പോകട്ടെ. ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ. മക്കളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. പഠിക്കുന്ന മക്കൾ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. അതിനുവേണ്ട നന്മകൾ കയ്യിലുണ്ടാകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. രജിസ്ട്രേഷനുകൾ നടക്കട്ടെ. അഡ്വാൻസ് കൊടുത്ത് കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പിന് അറുതി വരട്ടെ. അത് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത്. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെട്ടത്. എല്ലാ കടഭാരങ്ങളും, പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന
എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.